കൊച്ചിൻ ബിനാലെ 2026 ആദ്യ വെന്യൂ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. പ്രധാന വെന്യൂ ആസ്പിൻ വാൾ. ഇനി രണ്ടാമത്തെ വെന്യൂ ആയിട്ടുള്ള പെപ്പർ ഹൗസിലേക്കുള്ള യാത്രയിലാണ്. നമസ്കാരം, വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇതാണ് പെപ്പർ ഹൗസ്. ആസ്പിൻ വാളിൽ നിന്ന് വളരെ ഒരു 100 മീറ്റർ അകലത്തിൽ മാത്രമാണ് ഈ പെപ്പർ ഹൗസ് ഇരിക്കുന്നത്. ഈ പെപ്പർ ഹൗസിലാണ് രണ്ടാമത്തെ വലിയ വെന്യൂ. ഒരു ഐസ് ടീ കുടിച്ചിട്ടാകാം അടുത്തതല്ലേ. ബീൻസ് ആൻഡ് ബോധി. തൊട്ടടുത്ത് തന്നെ രക്കോഡെല്ല എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണേലും ചോക്ലേറ്റുകളൊക്കെ കണ്ട് അതിൽ നിന്നൊരു പീസൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്ത് ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ട്, അതൊന്ന് കാണേണ്ടത് തന്നെയാണെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ പ്രത്യേകത പല ആംഗിളിൽ മിററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. അവിടെ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി കായലിലൂടെ ബോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് കൊച്ചി കായലിലൂടെ ബോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അത് കണ്ട് ഇനി ഞങ്ങളിതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് കയറുകയാണ്. ഇവിടെ നമുക്ക് ചുറ്റുവട്ടം ഗോൾഡൻ കളറിലുള്ള മിറേഴ്സ് പോലെ പോളിഷ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കാണാൻ പറ്റും. നമ്മളെപ്പോലെ തന്നെ ആൾക്കാർ നമ്മുടെ സൈഡിൽ കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ കീനായിട്ട് സീരിയസ് ആയിട്ട് ഈ പെയിൻറ്റിങ്സൊക്കെ വാച്ച് ചെയ്യുന്ന കുട്ടികളെ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ രസകരമായ ഒരു ആർട്ട് വർക്കാണ്. ആർട്ട് വർക്ക് വിത്ത് ടെക്നോളജിയാണ്. കാരണം ഫേസ്ലെസ് ആയിട്ടുള്ള മെനോക്കിൻസ് അല്ലെങ്കിൽ പ്രതിമകൾ ഇവിടെ സംഗീതം ഒഴിക്കുന്നതാണ്. ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിക്കുന്നത് നമുക്ക് കാണാം. സംഗീതം പഠിക്കുന്നു. സ്കെയർ ക്രോസ് പോലെയുള്ള ആ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ. മുനീസ് അഹമ്മദ് ഷാ. താളത്തിനനുസരിച്ച് തനിയെ ടൈപ്പ് ചെയ്യുന്നൊരു ടൈപ്പ് റൈറ്റർ. വിചാരിച്ചു നീ അത് കണ്ടുപിടിച്ചത്. അഹമ്മദ് ഷാ. ഒരു സ്ക്വയർ ബോക്സിൽ വൈറ്റ് സ്ക്രീനിൽ പ്രൊജക്ടർ വെച്ചിട്ടുള്ള ഒരു ആർട്ട് വർക്കാണിത്. ഉത്സാഹസാരിക സുരേഷൻ.
ഞങ്ങളൊക്കെ പലതും കണ്ട് അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇതൊക്കെ. ഓ മിനം അപ്പങ്ങി നല്ലാകും എങ്കിൽ ഇവിടെ ഒരു ഇന്റീരിയർ ഡിസൈനേഴ്സിൻ്റെ എക്സിബിഷനും ഉണ്ട് കേട്ടോ. കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സാണ്. ഇൻറ്റീരിയർ ഡെക്കറേറ്റീവ് ഇത് ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സാണ് ഇത്. യോഗോ ഫർണിച്ചർ. അങ്ങനെ പെപ്പർ ഹൗസിലെ കാഴ്ചകൾ കണ്ട് ഇനി പുറത്തേക്ക് അടുത്ത ഒരു വെന്യൂ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അത് ലൂമിങ് ബോഡീസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം നമുക്ക്. ഇവിടെ കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളാണ്. കൈത്തറിയുടെ പല ഭാഗങ്ങളിലും നമ്മൾ കൈയും കാലും ഒക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു 1000-ലധികം ഫോട്ടോസാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. വളരെ അത്ഭുതകരമാണിത്. ഫോട്ടോ വീഡിയോസ് അല്ലേ, ഫോട്ടോസ് ലൂംസിൻ്റെ പല ഓ കൊള്ളാം, ഇൻക്രെഡിബിൾ. അതുപോലെ തന്നെ ഇത് തന്നെ തോന്നുന്നു. ഓ പള്ളിയുടെ പുറയിലുള്ള അൽത്താരകൾ കുരിശായതുകൊണ്ട് എനിക്ക് സെയിം സാധനം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് 2 തരത്തിൽ. കൊച്ചി മുസിരിസ് ബിനാലെ 2026 കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ട 3 വെന്യൂ ഇതുവരെ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസാണ് 1ഉം 2ഉം ഭാഗമായിട്ട് നമ്മൾ ഇട്ടത്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. അതുപോലെ ഇനിയും നമുക്ക് പല വെന്യൂസും കാണാനുണ്ട്. അത് കണ്ടു കഴിഞ്ഞ് അവയുടെ വീഡിയോ നമ്മൾ വീണ്ടും
അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ കാഴ്ചകളും വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.